Welcome back to the channel. ഈ വീഡിയോയില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് നമ്മൾ CBSE ബേസ് ചെയ്ത് ക്ലാസ് 8 സ്റ്റാൻഡേർഡിന്റെ ഹിന്ദി ടെക്സ്റ്റ് ബുക്സിൽ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാക്കി ചുടിയ എന്ന് പറഞ്ഞ ടോപ്പിക്കിലുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ദയവായി കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഓക്കെ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഈ പാരഗ്രാഫിൽ നിന്നാണ്. बदलू यह कार्य सदा ही एक मच्छिये पर बैठकर किया करता था. ഇവിടെ മച്ചിയെ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ സ്റ്റൂളാണ്. ഓക്കെ, അപ്പൊ വുഡൻ സ്റ്റൂളാണ്. നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും ചെറിയ സ്റ്റൂള് പ്ലാസ്റ്റിക്കിന്റെ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിന്റെ ചെറിയ സ്റ്റൂള് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഓരോ പണികൾ എടുക്കുക. അതേപോലെ തന്നെ അവിടെയും അവര് ചെറിയ സ്റ്റൂൾ ഉപയോഗിക്കും. അതിന് അവർ ഉപയോഗിക്കുന്ന പേര് എന്ന് പറയുന്നത് മച്ചിയ. ഓക്കെ, അപ്പോ ബദ്ലു എപ്പോഴും അയാളുടെ ബാങ്കിൾ മേക്കിംഗ് വർക്ക് എല്ലാം ഈ ചെറിയ സ്റ്റൂളിന് മുകളിൽ ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം എന്താ, ലേഖക എപ്പോഴും ബദ്ലുവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് ബദ്ലു വർക്ക് ചെയ്യണത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ബദ്ലുവിന്റെ ചുറ്റുമുള്ള സാധനങ്ങൾ അത് ഉപയോഗിച്ചിട്ട് അയാൾ എങ്ങനെയാണ് ബാങ്കിൾസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു പാരഗ്രാഫ്. ओके, अपर बदलू यह कार्य सदा ही एक मछिये पर बैठकर किया करता था जो बहुत ही पुरानी थी. അത് വളരെ പഴയതായിരുന്നു. बगल में ही उसका हुक्का रखा रहता. അതായത് അയാൾ ജോലി ചെയ്യണ ആ സ്ഥലത്ത് അയാൾ ഈ മച്ചിയന്റെ മുകളിൽ ഇരുന്നിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് അയാള് ഇങ്ങനെ പുകച്ചുകൊണ്ടിരുന്ന ആ ഹുക്ക എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ ഹുക്ക എന്ന് പറഞ്ഞാല് നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിനൊരു മറ്റേ സിഗരറ്റ് അതേപോലത്തെ ഒരു ലഹരിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും അയാളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. हुक्का रखा रहता जिसे वह बीच बीच में पीता रहता. गांव में मेरा दोपहर का समय अधिकतर ബദ്ലു കെ പാസ് ബീത്ത. അതായത് ലേഖക ചെറുപ്പത്തിലെ അമ്മേന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സമയം, അതായത് മിക്കവാറും ഉച്ച സമയങ്ങളെല്ലാം ബദ്ലുവിന്റെ വീട്ടിലായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, വഹ മുझे ലല്ല കഹാ കർ. ഞാൻ ആദ്യം പറഞ്ഞു ഈ ലെസണില് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബദ്ലു. ഇപ്പൊ ബദ്ലു ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ലല്ല. ലല്ല എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരില്ല. ഇപ്പൊ മലയാളികളാണെങ്കിൽ വാവേ, കുഞ്ഞാവേ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ കുട്ടികളെ സ്നേഹത്തോടെ വിളിക്കുന്ന വാക്കുകളിലെ ഒരു വാക്കാണ് ഈ ലല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ലേഖക ചെറിയ കുട്ടിയായിരുന്നുള്ള സമയത്താണല്ലോ ഈ കഥ. അപ്പൊ ലേഖകനെ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ലല്ല എന്നുള്ള പേരിലാണ്. അപ്പൊ ലേഖക പറയുന്നത് ലേഖകന് ചെറുപ്പത്തിലെ ഈ ബദ്ലു എപ്പോഴും ലല്ല എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോ വഹ മുझे ലല്ല കഹാ കർത്ത और मेरे पहुंचते ही मेरे लिए तुरंत एक मच्छिया മാങ് ദേത്ത. അപ്പൊ എനിക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ ഒരു സ്റ്റൂളും കൂടി കൊണ്ടുവരാൻ ആ വീട്ടിലത്തെ ആൾക്കാരോട് പറഞ്ഞിരുന്നു. മേ ഘണ്ടോ ബാറ്റെ ബാറ്റെ, അതായത് മണിക്കൂറോളം ഇരുന്നിട്ട് ഓക്കെ എന്ത് ചെയ്തിരുന്നു, ഉസെ ഇസ് പ്രകാർ ചൂടിയാ ബനാത്തെ ദേഖ്താ രഹത്ത. അതായത് ഞാൻ മണിക്കൂറോളം അയാളുടെ അടുത്ത് ബദ്ലുവിന്റെ അടുത്ത് ഇരുന്നിട്ട് അയാള് ഈ ചൂടിയ അതായത് ബാംഗിൾസ് ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ട് ഇരുന്നിരുന്നു. ലഗ്ഭഗ് रोज ही वह 4-6 जोड़े चूड़ियां बनाता. അപ്പൊ ഏകദേശം ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ദിവസം ബദ്ലു 4 അല്ലെങ്കിൽ 6 ബാംഗിൾസ് മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. അത്രേ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അന്ന് വീഡിയോയിൽ കണ്ടല്ലോ ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ദിവസത്തെ വർക്കാണ് അവർക്ക് ഒരു ബാംഗിൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അവര്
ആ ഒരു ട്രഡീഷണൽ വേയിൽ ചെയ്യുമ്പോൾ സമയവും എടുക്കും, ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ എണ്ണവും കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ ബദ്ലുവിനും അത് തന്നെയാണ് പ്രശ്നം. ബദ്ലു ഇത്രയും കാലം ദിവസങ്ങൾ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ ബദ്ലുവിന് ഒരു ദിവസം 4 6 വളകൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പൂരാ ജോഡ ബനാ ലേനെ പർ, അതായത് മൊത്തം, അതായത് ഒരു സെറ്റ്, ഒരു ഡസൻ വള എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സെറ്റ് ആയില്ലേ. അപ്പൊ ഈ ജോഡ എന്ന് പറഞ്ഞ സെറ്റാണ്. അപ്പൊ പൂരാ ജോഡ ബനാ ലേനെ പർ, മുഴുവൻ വളകൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ വഹ ഉസെ ബേലൻ പർ ചടാക്കർ, ഈ ബേലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഒരു റോഡ് ഷേപ്പുള്ള, അതായത് നമ്മൾ ഈ ഷോപ്പിലൊക്കെ വളകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു റോഡിൽ ഇങ്ങനെ ഇങ്ങനെ വളകൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. യെസ്, അപ്പൊ അതേപോലെ തന്നെ ബദ്ലു ഈ ഒരു ഫുൾ സെറ്റ് ബാംഗിൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഒരു ഇങ്ങനെ ഒരു വടീന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അവൻ കുറച്ചു നേരം അത് നോക്കി നിന്നിരുന്നു. അതായത് पूरा जोड़ा बना लेने पर वह उसे बेलन पर चढ़ाकर कुछ क्षण चुपचाप देखता रहता. അപ്പൊ ആ വടീന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ചു നേരം അതിന് തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നിരുന്നു. മാനോ വഹ ബേലൻ ന ഹോക്കർ കിസി നവവധു കി കलाई ഹോ. അത് അങ്ങനെ നോക്കുന്ന കണ്ടാലേ അത് ആ ബേലൻ അല്ലെങ്കിൽ ആ റോഡല്ല, അത് ശരിക്കും ഒരു പെണ്ണുണ്ട്, അതായത് വധുവിന്റെ ന്യൂലി ബ്രൈഡ്, ആ വധുവിന്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളകളെ പോലെയാണ് ബദ്ലു ആ വളകളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ലേഖകർ പറയാണ്, ആ ബദ്ലുവിന്റെ കണ്ണിൽ കാണുന്ന സന്തോഷം അത് കണ്ടാൽ നമുക്ക് തോന്നും അത് ആ വടിയിൽ വെച്ചിരിക്കുന്ന വളകളല്ല, ശരിക്കും ഒരു വധുവിന്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളകളാണ്. ഇതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞു. അതിലുള്ള വേർഡ്സിന്റെ മീനിങ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. അപ്പൊ മണിഹാർ എന്ന് പറയുമ്പോ ഇത് കുറച്ച് മുന്നുള്ളതാണ്. ബഗൽമേ എന്ന് പറഞ്ഞാൽ ബിസൈഡ്. ഭട്ടി, furnace in which lac is heated. Piglaya, to melt. Then लकड़ी की चौखट, wooden frame. മുലായം, സോഫ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ധ്വനി എന്ന് പറഞ്ഞ പോയത്തില് ഈ സോഫ്റ്റിന്റെ 2 വേർഡ്സ് നമ്മൾ പഠിച്ചു. ഒന്ന് കോമൽ, മൃദു. അതേപോലെ സിനോണിം വേർഡ് ആണ് മുലായം. അപ്പൊ മുലായം എന്ന് പറഞ്ഞാലും കോമൽ എന്ന് പറഞ്ഞാലും മൃദുൽ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. എന്താണ് അർത്ഥം? സോഫ്റ്റ്. ഓക്കെ. സലാബ് കെ സമാൻ പത്ല, സ്ലിം ലൈക്ക് പൈപ്പ്. ആകാർ, ഷേപ്പ്. 4 6 വിഭിൻ, 4 or 6 ഡിഫറെന്റ്. അതാണ് ആ വേർഡ്സിന്റെ അർത്ഥം. പിന്നെ ബേലൻ നുമ, ഇവിടെ ഷേപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ബേലന്റെ പോലത്തെ ഷേപ്പിലുള്ളത്, അല്ലെങ്കിൽ പൈപ്പിന്റെ പോലത്തെ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ബേലൻ നുമ. ആ ബേലൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ചപ്പാത്തിന് പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ റോഡ് പോലത്തെ സംഭവമാണ് ഈ ബേലൻ നുമ. അപ്പൊ ആ റോഡിന്റെ ഷേപ്പ് പോലത്തെ, ബേലന്റെ ഷേപ്പ് പോലത്തെ, അതാണ് ഈ ബേലൻ നുമ. വുഡൻ റോഡ് യൂസ് ടു പ്രിപ്പയർ ചപ്പാത്തി. അപ്പൊ ഷേപ്പ് ഓഫ് ബേലൻ ആണ് ഈ ബേലൻ നുമ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മുങ്കേരിയ, ടൂൾസ് യൂസ് ടു ഷേപ്പ് ബാംഗിൾസ്. അപ്പൊ ഈ അയാൾ കുറെ ഇങ്ങനെ പരത്താനുള്ളതും പിന്നെ ഉരുട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ടൂൾസ് ഉപയോഗിച്ചിരുന്നില്ലേ, അതിൽ ഒരു ടൂളാണ് ഈ മുങ്കേരിയ. ഓക്കെ. ചിക്ന എന്ന് പറഞ്ഞാൽ ഷൈനി. ഓക്കെ. പശ്ചാത്, ആഫ്റ്റർ ദാറ്റ്. രംഗ് കർത്ത എന്ന് പറഞ്ഞാൽ ഫുഡ് കളേഴ്സ്, അതായത് അതിനെ കറക്റ്റ് ബാംഗിളിന്റെ ഷേപ്പ് ആക്കിയിട്ടാണല്ലോ ബദ്ലു അതിലേക്ക് കളേഴ്സ് ഇട്ടിരുന്നത്. അത് ആ കാര്യമാണ് ഈ വേർഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രംഗ് കർത്ത എന്ന് പറഞ്ഞാൽ ഫുഡ് കളേഴ്സ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ. ബദ്ലു മണിഹാർ ഥാ. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, ബാംഗിൾ മേക്കേഴ്സിനെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പേരെന്താണ്? മണിഹാർ. ഓക്കെ. നമ്മുടെ നാട്ടിലെ ഗോൾഡ് സ്മിത്തിനൊക്കെ നമ്മൾ പറയുന്ന ഒരു അവരുടെ പ്രൊഫഷണൽ പേരാണ്. നമ്മൾ അവരെ എന്താ പറയാ, തട്ടാമാര് അങ്ങനെ പറയും. ഇതേപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ബാംഗിൾ മേക്കേഴ്സിന് പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രൊഫഷണൽ നെയിം ഉണ്ടായിരുന്നു. അതാണ്
Manihar. Appo Manihar എന്ന് പറഞ്ഞാൽ we must understand that that person is engaged in bangle making work. Okay. അപ്പൊ മണിഹാർ എന്ന് പറഞ്ഞാല് ബാങ്കിൾ മേക്കർ ആണ്. അപ്പൊ ബദ്ലു ആരായിരുന്നു? ബദ്ലു മണിഹാർ ആയിരുന്നു. ഓക്കെ. ചൂടിയ ബനാന ഉസ്ക പൈതൃക് പേശ ഥ. അതായത് അയാളുടെ ആൻസെസ്ട്രൽ ജോബ് ആയിരുന്നു ഈ ബാങ്കിൾ മേക്കർ. അപ്പൊ അയാളുടെ പൂർവികർ വന്നിരുന്ന ഒരു തൊഴിലായിരുന്നു ഈ ബാങ്കിൾ മേക്കിംഗ്. അതിന് ആ പ്രൊഫഷണൽസിന്റെ പേരാണ് മണിഹാർ. ओके. चूड़ियां बनाना उसका पैतृक पेशा था और वास्तव में एक्चुअली इन रियलिटी वह बहुत ही सुंदर चूड़ियां बनाता था. അയാൾ നല്ല മനോഹരമായ സുന്ദരമായ ബാംഗിൾസ് ഉണ്ടാക്കിയിരുന്നു. उसकी बनाई हुई चूड़ियों की खपत भी बहुत थी. അതായത് അയാളുടെ ഇത് ബാംഗിൾസ് വളരെ ഫേമസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. അപ്പൊ ഈ ഖപ്പത്ത് എന്ന് പറയുമ്പോൾ പോപ്പുലാരിറ്റിയും അതേപോലെ പ്രോഫിറ്റിന്റെ ഒരു കോൺസെപ്റ്റും ഈ ഖപ്പത്തിൽ വരുന്നുണ്ട്. ഓക്കെ. ഉസ് ഗാവ് മേ तो सभी स्त्रियां उसकी बनाई हुई चूड़ियां पहनती ही थी. അതായത് ആ നാട്ടിലെ അവിടെയുള്ള എല്ലാ സ്ത്രീകളും ഈ ബദ്ലു ഉണ്ടാക്കിയ വളകൾ ഉണ്ടാക്കിയിരുന്നു. അത് മാത്രമല്ല ആസ് പാസ് കെ ഗാവും കെ ലോഗ് തി. അതായത് ആ നാട്ടിന്റെ ചുറ്റുള്ള ഗാവിലുള്ള പെണ്ണുങ്ങളും ഉസ്സെ ചൂടിയ ലേ ജാത്തെ थे. ബദ്ലുവിന്റെ അടുത്ത് വന്നിട്ട് ഈ വളകൾ വാങ്ങിച്ച് കൊണ്ടുപോയിരുന്നു. परंतु वह कभी भी चूड़ियों को पैसों से बेचता न था. പക്ഷെ അയാൾ ഒരിക്കലും ഈ വളകൾ പൈസയ്ക്ക് വേണ്ടി വിറ്റിരുന്നില്ല. ഓക്കെ. उसका अभी तक वस्तु विनिमय का तरीका. വസ്തു വിനിമയം എന്ന് പറയുന്നത് എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. അതായത് നമ്മുടെ പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബദ്ലു എന്ത് ചെയ്തിരുന്നു? ബദ്ലു ഈ വളകളുടെ പകരം വേറെ എന്തെങ്കിലും സാധനങ്ങളായിരുന്നു വാങ്ങിച്ചിരുന്നത്. അയാള് വളകൾക്ക് പകരം പൈസ വാങ്ങിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് വഹ കഭി ബി ചൂടിയോ കോ പൈസോ സെ ബേച്ച്താ ന ഥാ. അതായത് ബദ്ലു ഒരിക്കലും ഈ വളകളിലെ പൈസയ്ക്ക് വേണ്ടി വിറ്റിരുന്നില്ല. അതിന്റെ പകരം ബദ്ലു എന്തു ചെയ്യും? ഈ ഈ വളകൾ കൊടുത്തിട്ട് വല്ല സാധനങ്ങളായിരുന്നു തിരിച്ചു വാങ്ങിച്ചിരുന്നത്. എന്തുകൊണ്ടാ? ഇപ്പോഴും അയാളുടെ ബിസിനസ് എന്ത് രീതിയിലാണ്? പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ വസ്തു വിനിമയം. ഓക്കെ. ഗുഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് വസ്തു വിനിമയം. उसका अभी तक वस्तु विनिमय का तरीका था और लोग अनाज के बदले फूड ग्रेन्स अनाज के बदले उससे चूड़ियां ले जाते थे. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? ആൾക്കാര് ബദ്ലുവിന്റെ അടുത്തുനിന്ന് വളകൾ വാങ്ങിക്കും, പകരം എന്ത് കൊടുക്കും? ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ. അതായിരുന്നു ബാർട്ടർ സിസ്റ്റം. അതായിരുന്നു ബദ്ലുവിന്റെ വേ ഓഫ് ഡൂയിങ് ബിസിനസ്. ഓക്കെ. ले जाते थे. ബദ്ലു സ്വഭാവമേ ബഹുത് സീതാ था. അയാള് വളരെ പാവമായ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരു ജെന്റിൽ പേഴ്സൺ ആയിരുന്നു. मैंने कभी भी उसे किसी से झगड़ते नहीं देखा. झगड़ना मीन्स ഫൈറ്റ്, ടു ഫൈറ്റ് വിത്ത് അതേഴ്സ്. ഓക്കെ. അപ്പൊ ലേഖക പറയാ, ഞാൻ കണ്ട സമയം എല്ലാം ഞാൻ ഒരിക്കലും ബദ്ലുവിനെ ഒരാളുടെ അടുത്ത് വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. मैंने कभी भी उसे किसी से झगड़ते नहीं देखा. हाँ, शादी विवाह के अवसरों पर वह अवश्य जिद पकड़ जाता था. പക്ഷേ ഈ കല്യാണ സീസൺ ആവുമ്പോൾ ഈ കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി ആൾക്കാര് ബാംഗിൾസ് എല്ലാം വാങ്ങിക്കാൻ വരുമ്പോൾ ഞാൻ ബദ്ലുവിനെ പല സമയത്തും വാശി പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു stubborn ആയി നിൽക്കണ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അത് വായിച്ചു നോക്കാം. जीवन भर चाहे कोई उससे मुफ्त चूड़ियां ले जाए, परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था. ഇത് വലിയൊരു കാര്യമാണ്. ഈ ലൈനിൽ പറയുന്നത് ബദ്ലു ബാക്കിയുള്ള എല്ലാ ദിവസവും ഓക്കെ
അതായത് അയാളുടെ ജീവിതത്തിലെ മുഴുവനും അയാളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഫ്രീ ആയിട്ട് ബാംഗിൾസ് കൊണ്ടുപോയാലും ബദലു ഒരിക്കലും ഈ കല്യാണ സീസണിൽ ഒരിക്കലും ഈ വളകൾ ഫ്രീ ആയി കൊടുത്തിരുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് അയാൾ ഇത്രയും കാലം ഫ്രീ ആയി കൊടുത്ത, അതായത് ബാക്കിയുള്ള സമയത്തെല്ലാം വളകൾ ഫ്രീ ആയി കൊടുത്താൽ പോലും അതിന്ന് വരുന്ന നഷ്ടങ്ങളെല്ലാം അയാൾ ഈ കല്യാണ സീസണിലായിരുന്നു നേടിയിരുന്നത്. അപ്പൊ കല്യാണ സീസണിൽ മാത്രം അയാള് ഈ വളകൾക്ക് പൈസ ആവശ്യപ്പെട്ടിരുന്നു. അതാണ് ഈ ലൈനിലുള്ള അർത്ഥം. അപ്പൊ ആൾക്കാര് ബദലു പറയണ പൈസ കൊടുത്തിട്ട് ആ വളകൾ വാങ്ങിക്കേണ്ടി വരുന്നു. എപ്പോ? കല്യാണ സീസണിലെ ടൈമിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് വേണ്ടിയിട്ടാണ് വളകൾ വാങ്ങിക്കണമെങ്കിൽ ബദലു നിർബന്ധമായിട്ട് അവരുടെ അടുത്ത് നിന്ന് അതിന് ആവശ്യമുള്ള പൈസ വാങ്ങിച്ചു. ഓക്കെ. ജീവൻ ഭർ കോയി, അതായത് ജീവിതകാലം ആരെങ്കിലും ഉസ്സെ മുഫ്ത് ചൂടിയാ ലേ ജായേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ബദലു വളകൾ തന്നിരുന്നു. പരന്തു പക്ഷേ വിവാഹ കെ അവസർ പർ, കല്യാണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ കല്യാണ സീസണിന്റെ ടൈമില് വഹ് സാരി കസർ നിക്കാൽ ലേത്ത, അതായത് അയാൾക്ക് നഷ്ടം വന്ന എല്ലാ സാധനത്തിലും അയാൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് ആ സമയത്ത് അയാൾക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് അയാൾ വാങ്ങിയിരിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് അയാൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ സിദ്ധ് പിടിച്ച് നിൽക്കുന്നത്. ഓക്കെ. ആഖിർ സുഹാഗ് കെ ജോഡെ കാ മെഹത്വ ഹി ഓർ ഹോത്താ ഹെ, അതായത് ഈ കല്യാണത്തിലെ വെഡിങ് ഡ്രസ് എന്ന് പറയുമ്പോൾ വളകളൊക്കെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. യെസ്. അപ്പൊ നമ്മൾ കല്യാണത്തിന് നല്ല ഡ്രസ്സ് അത് എത്ര പൈസക്ക് വാങ്ങിച്ചാൽ പോലും ഓർണമെന്റ്സും അതേപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ മാത്രമേ അതിന്റെ ഒരു ലുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. യെസ്. അപ്പൊ ഇത് തന്നെയാണ് ലേഖകൻ പറയാൻ പോകുന്നത്. ആ കല്യാണ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇവിടെ കണ്ടോ, ഓർ ഹോത്താ ഹെ, അത് വേറെ തന്നെയാണ്. ഓക്കെ. മുझे याद है, എനിക്ക് ഓർമ്മയുണ്ട്, മേരെ മാമാ കെ യഹാ കിസി ലഡ്കി കെ വിവാഹ പർ, അതായത് എൻ്റെ മാമന്റെ അവിടെ ഏതോ ഒരു പെൺകുട്ടീന്റെ കല്യാണത്തിന്റെ സമയത്ത് ജറാ സി കിസി ബാത് പർ ബിഗഡ് ഗയാ ഥാ, ഏതോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ ആകെ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെട്ടു. और फिर उसको मनाने में लोहे लग गए थे. ഈ ലോഹ ലഗ്ന എന്ന് പറഞ്ഞാൽ ടു ട്രൈ മാക്സിമം, നമ്മൾ തല കുത്തി നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട്. അപ്പൊ അയാൾ ആ കല്യാണ സമയത്ത് എന്തോ ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ടിട്ട് അയാളെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അയാളെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പൊ ഈ ലോഹെ ലഗാന എന്ന് പറഞ്ഞാല് ഇത് ഒരു മുഹാവരയാണ്. ഓക്കെ. ടു ട്രൈ ആർ മാക്സിമം. ഓക്കെ. देन विवाह में इसी जोड़े का मूल्य इतना बढ़ जाता कि उसके लिए उसकी घरवाली को सारे वस्त्र मिलते. ഓക്കെ. അപ്പോൾ ഈ വെഡിങ് സീസണിലെ കല്യാണത്തിലെ പെൺകുട്ടീന്റെ കല്യാണം എന്ന് പറഞ്ഞാല് അച്ഛനമ്മമാർക്കും ഭയങ്കര ഒരു വലിയൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. ഓക്കെ. അപ്പൊ അവര് എന്ത് വില കൊടുത്തിട്ടും എല്ലാ കാര്യങ്ങളും എത്തിക്കാനും അതേപോലെ ആ കല്യാണം നല്ല ഭംഗിയാക്കാൻ നോക്കും. ഓക്കെ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെ അവര് ഇങ്ങനത്തെ ആൾക്കാർ, അതായത് ബദലു പോലെ ചില ആൾക്കാരെ ഭയങ്കര ദേഷ്യപ്പെടും ആ സമയത്ത്. അപ്പൊ അവരെന്ത് വില കൊടുത്തിട്ടും അവരുടെ അടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ നോക്കും. ഓക്കെ. അപ്പൊ ബദലുവിന്റെ ഈ സ്റ്റബേർനെസ് കണ്ടിട്ട് ചില സമയത്ത് ഈ പെണ്ണിന്റെ വീട്ടുകാര് അയാളെ ഒന്ന് റെഡിയാക്കാൻ, അല്ലെങ്കിൽ അയാളെ ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ, അയാളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബദലുവിന്റെ വൈഫിന് പോലും കുറെ ഡ്രസ്സുകൾ സമ്മാനിച്ചിരുന്നു. അപ്പൊ അയാളുടെ ആ സ്റ്റബേർനെസ് കാരണം ബദലുവിന്റെ വൈഫിന് കുറെ നല്ല ഭംഗിയുള്ള ഡ്രസ്സും കിട്ടിയിരുന്നു. ഓക്കെ. അതിന്റെ കൂടെ എന്തൊക്കെ കിട്ടും? ഢേരോ അനാജ് മിൽത്ത, ലോട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതായത് കുറെ ഈ ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ കിട്ടിയിരുന്നു. ഉസ്കോ അപ്നെ ലിയെ പഗടി മിൽത്തി, പിന്നെ അതേപോലെ ബദലുവിന് വേണ്ടിയിട്ട് പഗടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലെ ടർബൻ കെട്ടില്ലേ, നമ്മുടെ ഈ മിക്കവാറും നോർത്ത് ഇന്ത്യൻസിന്റെ കല്യാണത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു തുണി കെട്ടാറുണ്ട്. അതേപോലെ നമ്മുടെ ഈ പഞ്ചാബികളെല്ലാം ഈ ടർബൻ കെട്ടാറുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ വലിയ ഒക്കേഷൻസിൽ, അതായത് കല്യാണത്തിന്റെ ഒക്കേഷനിലൊക്കെ ആണുങ്ങൾ മിക്കവാറും തലയിൽ ഈ പകിടിയാണ് കിട്ടുക. അത് ഒരു റെസ്പെക്റ്റ് ആണ് അവർക്ക് ആ ഒരു സംഭവം, അങ്ങനെ ഒരു സ്റ്റൈലിങ് അല്ലെങ്കിൽ വേ ഓഫ് ഡ്രസ്സിങ്ങിലൂടെ അവർക്ക് കിട്ടണം. ഓക്കെ. അപ്പോൾ ബദ്ലുവിന് പകിടി, അതേപോലെ വീട്ടിലേക്ക് നല്ല കുറെ ധാന്യങ്ങൾ, ബദ്ലുവിന്റെ വൈഫിന് വസ്ത്രങ്ങൾ, ഇത്രയും കാര്യങ്ങളും കൊടുത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബദ്ലുവിന്റെ ആ ഒരു സ്റ്റബേൺനെസ് ഒന്ന് വിട്ടിട്ട് ആ നല്ല ബാംഗിൾസ് അവരുടെ മകൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി. ഇത്രയും കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ കുറച്ച് മുന്നേ ഒരു മുഹാവര കണ്ടില്ലേ, ലോഹേ ലഗാന. അതായത് മാക്സിമം നമ്മുടെ മാക്സിമം ലെവൽ വരയ്ക്ക് നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പൊ ബദ്ലു സാധാരണ ദിവസങ്ങളിലൊക്കെ നോർമലാണ്. ബദ്ലു ഉണ്ടാക്കുന്ന ബാംഗിൾസ് ഒന്നും പൈസയ്ക്ക് വേണ്ടി കൊടുക്കാറില്ല. അതിന്റെ പകരം ഫുഡ് ഗ്രെയിൻസ് എന്തെങ്കിലും കൊടുത്താൽ ബദ്ലു ഈ വളകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ കല്യാണ സീസൺ വന്നാൽ ബദ്ലു പറഞ്ഞ കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ബദ്ലു ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും. അപ്പൊ ബദ്ലു എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിണങ്ങി കഴിഞ്ഞു പിന്നെ ആൾക്കാർക്ക് വളകൾ കിട്ടാണ്ടാവും. അപ്പൊ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ വീട്ടുകാരെല്ലാം മിക്കവാറും ബദ്ലുവിനെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് പല വഴികളും അവര് ട്രൈ ചെയ്യും. ഇതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പാരഗ്രാഫ് റിലേറ്റഡ് ആയ വേർഡ് മീനിങ്സ് നമുക്കൊന്ന് നോക്കാം. മണിഹാർ എന്താണ്? ബാംഗിൾ മേക്കർ. പൈതൃക് പേഷ, ആൻസെസ്ട്രൽ ഓക്യുപ്പേഷൻ. വാസ്തവ്, ആക്ച്വലി, ഇൻ റിയാലിറ്റി. ഖപത്, പ്രോഫിറ്റ്. ഓക്കെ. അല്ലെങ്കിൽ അതിന്റെ ഒരു പോപ്പുലാരിറ്റിയും കൂടി നമുക്ക് പറയാൻ പറ്റും. സ്ത്രീയ, ലേഡീസ്. പെഹൻതി, വിയേഴ്സ്. आसपास के गांव, नियर बाय विलेजेस. परंतु, बट. पैसों से बेचना, टू सेल फॉर रुपीज. देन वस्तु विनिमय, एक्सचेंज ऑफ गुड्स അല്ലെങ്കിൽ പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം. തരീക, മെത്തേഡ്. ഓക്കെ. നമ്മൾ പല വഴികളുണ്ട് പറയില്ലേ, അതേപോലെ there are different methods അല്ലെങ്കിൽ बहुत सारे तरीके हैं. ആ വാക്കാണ് തരീക എന്ന് പറഞ്ഞ മെത്തേഡ്സ്. अनाज, फूड ग्रेन्स. के बदले में, इन एक्सचेंज ऑफ. ഓക്കെ. ഒന്ന് കൊടുത്താൽ അതിന്റെ പകരം, അത് പറയുന്നത് അതാണ് ഈ കെ ബദലേ മേ. സ്വഭാവ്, ബിഹേവിയർ. झगड़ते, टू फाइट. शादी विवाह के അവസരോ, അവിടെ സ്പെല്ലിംഗ് കുറച്ച് മിസ്റ്റേക്ക് ആണ്. അതായത് ഇൻ ഒക്കേഷൻ ഓഫ് മാരേജ്. ദെൻ സിദ് ആണ് നമ്മുടെ സ്റ്റബേൺനെസ്. അപ്പൊ ഒരിക്കലും ഇനി ബദ്ലുവിനെ ആരും മറക്കില്ല. ഇത്രയും ഭാവമായി നടന്നിട്ടും അയാളുടെ ചില കാര്യങ്ങൾ, ചില സ്വഭാവത്തിൽ ഭയങ്കര സ്റ്റബേൺ ആണ്. ഓക്കെ. അപ്പൊ ഈ സ്റ്റബേൺ ഉപയോഗിക്കുന്ന ഹിന്ദി വാക്ക് എന്താ? സിദ്. ഓക്കെ. ഇനി അടുത്തത് മുഫ്ത്, ഫ്രീ. കസർ നിക്കാൽന, മാക്സിമം എക്സ്ട്രാക്ഷൻ. ഓക്കെ. അയാൾക്ക് ബാക്കിയുള്ള സമയത്തിലെല്ലാം നഷ്ടപ്പെടുന്നത് എല്ലാം അയാൾ ഈ കല്യാണ സീസണിൽ പിടിച്ചു വാങ്ങാൻ നോക്കും. ഓക്കെ. സുഹാഗ് കെ ജോഡെ, വെഡിങ് ഡ്രസ്. बिगड़ गया था, got angry. Okay. Then लोहे लग जाना, took great effort. घरवाली, wife. ഭാര്യനെ ഹിന്ദിയിൽ പറയണ വേറൊരു വാക്കാണ് ഘർവാലി. നമ്മൾ പത്നി എന്ന് പറയും. പത്നി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ്. പക്ഷെ നമ്മളിപ്പം വൈഫ് എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വൈഫിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ പത്നി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഒരു നോർമൽ സ്ലാങ്ങിൽ, അതായത് ഒരു ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ള ലോക്കൽ സ്ലാങ്ങിലൊക്കെ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന വാക്കാണ് ഘർവാലി. ഓക്കെ. ദെൻ ढेरों अनाज मिलता, got lot of grains. Then പഗടി മിൽത്തി, get a turban. അപ്പൊ ഇത്രയും വാക്കുകളായിരുന്നു നമ്മുടെ ഈ പാരഗ്രാഫിൽ, അതായത് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച പാരഗ്രാഫിൽ ഉണ്ടായിരുന്നു. നമുക്കിനി അടുത്ത പാരഗ്രാഫ് നോക്കാം. यदि संसार में बदलू को किसी बात से चिढ़ थी तो वह थी कांच की चूड़ियों से. ലോകത്ത് ബദ്ലുവിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു? ഗ്ലാസ് ബാംഗിൾ. ആലോചിച്ചോക്കട്ടോ, ബാംഗിൾ ഉണ്ടാക്കുന്ന ആളാണ്, ഇത്രയും ക്രിയേറ്റീവ് ആളാണ്. അയാൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബാംഗിൾസ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ബാംഗിൾ മേക്കറിന്
ഗ്ലാസ് ബാംഗിൾസിനോട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇനി വായിക്കുന്ന ആ സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियां दिख जाती तो वह अंदर ही अंदर खुद उठता और कभी कभी तो 2-4 बातें भी सुना देता. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യില് ഗ്ലാസ് ബാംഗിൾസ് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ദേഷ്യവും ഭയങ്കര വിഷമവും ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ചില സമയത്ത് സഹിക്കാൻ വയ്യാതെ അയാള് 2-3 വർത്താനവും കൂടി പറഞ്ഞു. അതായത് എന്തെങ്കിലും കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കും. അതാണ് ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബദലൂന് ഏറ്റവും ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ ഇറിറ്റേഷൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്ലാസ് ബാംഗിൾസ് ആയിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ ഒരു ഫാക്ടർ എന്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്ലാസ് കി ചൂടിയ, അതായത് കാഞ്ച് കി ചൂടിയ എന്ന് പറഞ്ഞാല് ഗ്ലാസ് ബാംഗിൾസ് ആണ്. അപ്പൊ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീന്റെ കയ്യിലെ ഗ്ലാസ് ബാംഗിൾസ് കണ്ടാൽ ഈ ബദലൂന് ഭയങ്കര ദേഷ്യം വരും, വിഷമം വരും, ഉള്ളില് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ചില സമയത്ത് അയാള് അത് ഇട്ടിരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് എന്തെങ്കിലും ഇപ്പൊ കുത്തണ വാക്ക് അങ്ങനെ പറയില്ലേ, വല്ല ഒരു ദേഷ്യപ്പെടുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും സംസാരിക്കും. അത് അയാളുടെ ആ ദേഷ്യം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, മുജ്സെ തോ വ ഘണ്ടോ ബാത്തേ കിയാ കർത്ത. എന്റെ അടുത്ത് കുറെ മണിക്കൂർ സംസാരിക്കുന്നത്. ആരാ പറയണ? മുജ്സെ, ലേഖക്. ഇവിടെ നമ്മുടെ ലല്ലു ഇല്ലേ, ലല്ല, അതായത് ലേഖകന് ചെറുപ്പത്തിലെ ബദ്ലു വിളിച്ചിരുന്ന പേരാണ് ലല്ല. അപ്പൊ ഈ കുട്ടി ബദ്ലുവിന്റെ അടുത്ത് പോകുമ്പോ മണിക്കൂറോളം ബദ്ലു ആ ലേഖകന്റെ അടുത്ത് സംസാരിച്ചിരുന്നത്. മുജ്സെ തോ വ ഘണ്ടോ ബാത്തേ കിയാ കർത്ത, കഭി മേരി പഠായി കെ ബാരെ में पूछता, कभी मेरे घर के बारे में और कभी यूं ही शहर के जीवन के बारे में भी. അപ്പൊ ഈ മണിക്കൂറോളം സംസാരിക്കുമ്പോൾ എന്തായിരുന്നു സംസാരിച്ചത്? ചിലപ്പോ ആ ലേഖകനെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കും, ചിലപ്പോ അവരുടെ ആ ലേഖകന്റെ വീട്ടിലത്തെ ആൾക്കാരെ കുറിച്ച് സംസാരിക്കും. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ ഷെഹർ എന്ന് പറഞ്ഞ ടൗൺ, ഈ ലേഖക ടൗണിലായിരുന്നു താമസിച്ചിരുന്നത്. വെക്കേഷൻ ടൈമിലാണ് അമ്മേന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ബദ്ലുവും ലേഖക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മിക്കവാറും ബദ്ലുവിനെ കുറിച്ച് ചോദിക്കും, ലേഖകനെ കുറിച്ച് ബദ്ലു ചോദിക്കും, അതേപോലെ ലേഖകന്റെ വീട്ടിലത്തെ ആൾക്കാരെ കുറിച്ച് ചോദിക്കും, അതേപോലെ തന്നെ അവിടെ ടൗണിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, मैं उससे कहता कि शहर में सब कांच की चूड़ियां पहनते हैं तो वह उत्तर देता है. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ലേഖക പറയും ടൗണിലെല്ലാം പെണ്ണുങ്ങൾ മിക്കവാറും ഗ്ലാസ് ബാംഗിൾസ് ആണ് ഇടാറുള്ളത്. അപ്പൊ ബദ്ലുവിന്റെ മറുപടി എന്ന് तो वह देता उत्तर देता शहर की बात और है, ടൗണിന്റെ കാര്യമൊക്കെ വേറെ തന്നെ, ലല്ല वहां तो सभी कुछ होता है, वहां तो औरतें अपने मर्द का हाथ पकड़कर सड़कों पर घूमती भी है. അപ്പൊ ലേഖകന്റെ അടുത്ത് ബദ്ലു പറയാം, ടൗണിലൊക്കെ പലതും നടക്കും, അവിടെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ കൈ പിടിച്ചിട്ട് റോഡിൽ ഇങ്ങനെ നടക്കും. ഓക്കെ, അതായത് ആ സമയത്തെ അവസ്ഥയാണത് പറയുന്നത്. ആ ബദ്ലു എന്ന് പറയുന്നത് ഒരു നാട്ടിൻപുറത്തിലുള്ള ഒരാളാണ്. അപ്പൊ ആ നാട്ടിൻപുറത്തെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസങ്ങളും എല്ലാം നിറഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നാട്ടിൽ നടക്കാത്തതുകൊണ്ട് അതൊരു വ്യത്യാസമായ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ബദ്ലു ആ ലേഖകന്റെ അടുത്ത് പറയാണ്, ടൗണിൽ പലതും നടക്കും, അവിടെ ആൾക്കാര് ഫ്രീ ആയിട്ട് ഹസ്ബൻഡിന്റെ കൈ പിടിച്ച് നടക്കും. ഓക്കെ, पकड़कर सड़कों पर घूमती भी है और फिर उनकी कलाइयां नाजुक होती है ना. പിന്നെ അവിടുത്തെ പെണ്ണുങ്ങളുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ ലാക്ക് കി ചൂടിയാ പെഹനെ തോ മൂച്ച് ന ആ ജായേ. അപ്പൊ ഈ ലാക്ക് എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് കട്ടിയുള്ളത്, വെയിറ്റ് ഉള്ളതാണ്. അപ്പൊ ബദ്ലു ശരിക്കും അവരെ പരിഹസിച്ച് പറയാണ്. അതായത് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നാണ് ആ ബദ്ലു ഉള്ളിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ
ബദ്ലു പറയുന്നത് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര നാജുക്കാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ആണ്, ഡെലിക്കേറ്റ് ആണ് അവരുടെ കൈകളെല്ലാം. അപ്പൊ ഇതേപോലെ കട്ടിയുള്ള വളകൾ, അതായത് ലാക്കി ചൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കൈയൊക്കെ വേദനിക്കില്ലേ. അതാണ് ഈ ലൈനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ബദലു ഒരിക്കലും സമ്മതിക്കുന്നില്ല. ലാക്കി ചൂടിയ പോലെ തന്നെയാണ് നമ്മുടെ ഗ്ലാസിന്റെ ബാംഗിൾസും ഇമ്പോർട്ടന്റ് ഉള്ളത്. ഓക്കെ, പക്ഷെ ബദ്ലു അതിന് പകരം എന്താണ് പറയുന്നത്, ടൗണിലുള്ള ആൾക്കാർക്ക് ഉള്ള പെണ്ണുങ്ങൾക്ക് ഈ ലാക്കി ചൂടിയ ഇടാനുള്ള ശക്തിയില്ല, അതുകൊണ്ടായിരിക്കും എന്ന് ആ കുട്ടീനോട് പറയുന്നു. ഓക്കെ, അപ്പൊ അതൊരു ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആണ്. അതിൽ അത്രയും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി കബി കബി ബദ്ലു മേരി അച്ഛി ഖാസി ഖാത്തിർ ഭി കർത്ത. ചില സമയത്ത് ബദ്ലുവിന്റെ വീട്ടിൽ പോയാല് ലേഖകനെ നന്നായി എന്താ പറയാ വെൽക്കം ചെയ്യുന്നു. കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലാം കൊടുത്ത് നല്ല ഒരു വെൽക്കം, നല്ല രീതിയിലായിരിക്കും വെൽക്കം ചെയ്യുക. जिन दिनों उसकी गाय के दूध होता वह सदा मेरे लिए मलाई बचा कर रखता. അതായത് ബദ്ലുവിന്റെ വീട്ടിലെ ഒരു പശുവുണ്ട്. പശുവിന് പാലുള്ള സമയത്ത് മിക്കവാറും ഈ ലേഖക് ബദ്ലുവിന്റെ വീട്ടിലെത്തിയ സമയത്ത് ബദ്ലു എന്ത് ചെയ്യും, ആ പാലിൽ നിന്ന് ഈ മലായി, അതായത് ക്രീം മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് ഈ ലേഖക് വരുമ്പോ ഈ ക്രീം ആ ലേഖകന് കൊടുത്തിരുന്നു. ഓക്കെ, और आम की फसल में तो मैं रोज ही उसके यहाँ से 2-4 ആം ഖാ. അതായത് ഈ മാംഗോ മാങ്ങ ഉണ്ടാവുന്ന സീസണില് മാങ്ങ അവര് പറിച്ച ആ സമയങ്ങളില് എപ്പോഴും വീട്ടില് മാങ്ങ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ മാങ്ങ ഉള്ള സീസണിലൊക്കെ ലേഖക് ബദ്ലുവിന്റെ വീട്ടിൽ പോയാൽ മിക്കവാറും ഒരു 4-5 2-4 എന്ന് പറഞ്ഞ 2-4 മാങ്ങ എടുത്ത് കഴിച്ചിരുന്നു. परंतु इन सब बातों के अतिरिक्त जिस कारण वह मुझे अच्छा लगता वह यह था कि लगभग रोज ही वह मेरे लिए 1-2 गोलियां बना देता. അതായത് എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ലേഖകന് എന്തുകൊണ്ടാണ് ബദ്ലു ഇത്രയും ഇഷ്ടം? എന്തുകൊണ്ടാന്ന് വെച്ചാല് എല്ലാ ദിവസവും ബദ്ലു ഈ ലേഖകന് വേണ്ടി 1-2 ലാക്കി ഗോലിയ, അതായത് ലാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ബോൾസ്, കളിക്കാനുള്ള നല്ല ഭംഗിയുള്ള ബോൾസ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. मैं बहुधा हर गर्मी की छुट्टी में अपने मामा के यहाँ चला जाता. അതായത് മിക്കവാറും, ബഹുദ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി, മോസ്റ്റ് ഓഫൻ. ഓക്കെ, मैं बहुधा हर गर्मी की छुट्टी में, അതായത് സമ്മർ വെക്കേഷൻ വരുന്നത്, ആ വെക്കേഷൻ ടൈമില് मैं अपने मामा के यहाँ चला जाता, ഞാൻ എപ്പോഴും എൻ്റെ മാമന്റെ വീട്ടിലേക്ക് പോയിരുന്നു. और एक आध महीने वहां रहकर स्कूल खुलने के समय तक वापस आ जाता. അതായത് ഒരു മാസം അല്ലെങ്കിൽ അരമാസം അവിടെ നിന്ന് അവിടെ സുഖമായിട്ട് മീൻസ് സ്റ്റേ ചെയ്തിട്ട് സ്കൂൾ ഓപ്പൺ ആവുന്ന ടൈമിൽ, അതായത് സ്കൂൾ ഓപ്പൺ ആവുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തും. परंतु 2-3 बार ही मैं अपने मामा के यहाँ गया होगा. അതായത് ഞാൻ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇതേപോലെ മാമന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. तभी मेरे पिता की एक दूर के शहर में बदली हो गई. അതായത് ഈ റുട്ടീൻ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇതേപോലെ സ്ഥിരം സമ്മർ വെക്കേഷൻ ടൈമില് മാമന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നിരുന്നു. ഇങ്ങനെ 2-3 പ്രാവശ്യം പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ എൻ്റെ അച്ഛന്റെ ട്രാൻസ്ഫർ കുറച്ച് ദൂരമുള്ള ഒരു ടൗണിലേക്ക് ആയി. ഓക്കെ, मेरे पिता मेरे पिता की एक दूर के शहर में बदली हो गई और एक लंबी अवधि तक मैं अपने मामा के गांव ना जा सका. അതുകൊണ്ട് ഒരു ലോങ് ഡ്യൂറേഷനിൽ, അതായത് കുറെ കാലത്തേക്ക് എനിക്ക് എൻ്റെ മാമന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റിയില്ല.
तब लगभग 8-10 वर्षों के बाद, അതായത് ഒരു 8 or 10 years കഴിഞ്ഞിട്ട്, ഓക്കെ, आफ्टर 8 or 10 years, लगभग 8-10 वर्षों के बाद जब मैं वहां गया तो, അതായത് ഇനി, അതായത് അച്ഛനെ ട്രാൻസ്ഫർ കിട്ടി, കുട്ടി വേറൊരു ടൗണിലേക്ക് പോയി, പിന്നെ കുറെ കാലത്തേക്ക് തിരിച്ച് മാമന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഏകദേശം ഒരു 8-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലേഖക് തിരിച്ച് മാമന്റെ നാട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, तब लगभग 8-10 वर्षों के बाद जब मैं वहां गया तो इतना बड़ा हो चुका था कि लाख की गोलियों से मेरी रुचि नहीं रह गई थी. അതായത് ലേഖക് വലുതായപ്പോ ലേഖകന് ആ ഒരു ലാക്കി ഗോലി, അതായത് ആ ചെറിയ ചെറിയ ബോൾസ്, അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, अतः hence गांव में होते हुए भी कुछ दिनों तक मुझे बदलू का ध्यान न आया. വെരി ക്ലവർ. അപ്പൊ ബദ്ലു അതുകൊണ്ട് ഈ ഒരു 8-10 കൊല്ലം കഴിഞ്ഞ് മാമന്റെ നാട്ടിലേക്ക് എത്തിയിട്ടും കുറെ ദിവസം അവിടെ നിന്നിട്ടും അയാൾക്ക്, ലേഖകന്, ബദ്ലുവിന്റെ ഓർമ്മ വന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ലേഖകന്റെ ആ ഒരു ലാക്കി ഗോലി കൊണ്ടുള്ള ഇൻട്രസ്റ്റ് പോയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ബദ്ലുവിനെ കുറിച്ച് ആലോചിച്ചില്ല. ഇനി इस बीच मैंने देखा कि गांव में लगभग सभी स्त्रियां कांच की चूड़ियां पहने हैं. അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്തപ്പോ മിക്കവാറും എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ ഗ്ലാസ് ബാംഗിൾസ് ആണ് ഇട്ടിരുന്നത്. ഓക്കെ, വിർലെ ഹി ഹാത്തോ മേ मैंने लाख की चूड़ियां देखी. വിർലെ ഹി, അതായത് സ്കാർലി അല്ലെങ്കിൽ സ്കാർസിറ്റി എന്ന് പറയില്ലേ, അത് വളരെ കുറവ്. അത് 1-2 എന്നുള്ള രീതിയിൽ പറയുന്നതാണ് വിർലെ. ഓക്കെ, വിറൽ എന്ന് പറയുന്നത് ആ സംഭവമാണ് ഈ വിർലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിർലെ ഹി ഹാത്തോ മേ मैंने लाख की चूड़ियां देखी, അതായത് 1-2 ചിലപ്പോ അങ്ങനെ അയാൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, तब एक दिन सहसा मुझे बदलू का ध्यान हो आया. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം എനിക്ക് ബദ്ലുവിന്റെ ഓർമ്മ വന്നു. बात यह हुई कि बरसात में मेरे मामा की छोटी लड़की, അതായത് നല്ല മഴയുള്ള ഒരു ദിവസത്ത് മാമന്റെ താഴെയുള്ള മോള് ആംഗൻ മേ ഫിസൽ കർ ഗിർ പടി. ഇപ്പൊ മഴയുള്ള സമയത്ത് ഇങ്ങനെ സ്ലിപ്പറി ആയിരിക്കുന്നു. അപ്പൊ ആ മുറ്റത്ത് ആ കുട്ടി വീണുപോയി. और उसके हाथ की कांच की चूड़ी टूट कर उसकी कलाई में घुस गई. അപ്പൊ ആ ചെറിയ കുട്ടി ഗ്ലാസ് ബാംഗിൾസ് ആണ് കയ്യിലിട്ടിരുന്നത്. അപ്പൊ ആ കുട്ടി വീണപ്പോ ആ ബാംഗിൾസ് പൊട്ടിയിട്ട് ആ കയ്യില് കുത്തിപ്പോയി. ഓക്കെ, में घुस गई और उससे खून बहने लगा. അങ്ങനെ കുത്തിയിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി. मैंने मामा मेरे मामा उस समय घर पर ना थे. അപ്പൊ ലേഖകന്റെ മാമൻ ആ സമയത്ത്, അതായത് ഈ സംഭവം നടക്കുമ്പോൾ ലേഖകന്റെ മാമൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മുझे ही उसकी मरहम पट्टी करनी पड़ी. അപ്പൊ ലേഖക തന്നെയാണ് ആ ചെറിയ കുട്ടീനെ എനിപ്പിച്ചിട്ട് ഈ മരുന്നും ഇത് ബാൻഡേജും ഒക്കെ ഇട്ടത്. അപ്പൊ മരഹം പട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് പറയില്ല, ഫസ്റ്റ് എയ്ഡ്, ആ സംഭവമാണ് ഈ മരം പട്ടി. മരുന്നും മറ്റേ ബാൻഡേജും ഒക്കെ ഇടുന്ന സംഭവം. ഓക്കെ, അപ്പൊ മരഹം എന്ന് പറഞ്ഞാല് മരുന്ന്, പട്ടി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഇതിലെ കെട്ട് കെട്ടില്ലേ അത്. മരഹം പട്ടി കർണി പടി. തഭി സഹസ മുझे ബദ്ലു കാ ധ്യാൻ ഹോ ആയ. ഈ അവസരത്തിലാണ് ലേഖകന് ബദ്ലുവിന്റെ ഓർമ്മ വന്നത്. और मैंने सोचा कि उससे मिल आऊं. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പൊ ബദ്ലുവിന്റെ വീട്ടിൽ ഒന്ന് പോയി നോക്കാം. अतः शाम को मैं घूमते घूमते उसके घर चला गया. അപ്പൊ ആ ദിവസം ഈവനിങ്ങില് ഒരു ഈവനിങ് വാക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ വഴിയിലൂടെ ആ ബദ്ലുവിന്റെ വീട്ടിലേക്ക് അയാൾ എത്തി. बदलू वही चबूतरे पर नीम के नीचे एक घाट पर लेटा था. അപ്പൊ അയാളുടെ വീട് അതേപോലെ തന്നെയാട്ടോ. ആ വീടിന്റെ മുമ്പിൽ ഒരു കുറച്ച് ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമില് ഒരു നീമിന്റെ വൃക്ഷമില്ലേ, ഇപ്പോഴും അതേപോലെ ആ വൃക്ഷം അവിടെ ഉണ്ട്. ആ വൃക്ഷത്തിന്റെ താഴെ ഒരു ബെഡ്, ഒരു എന്താ പറയാ, ഒരു കട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ആ ലേഖക് ബദ്ലുവിനെ കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫിന്റെ വേർഡ് മീനിങ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, സംസാർ എന്ന് പറഞ്ഞ വേൾഡ്,
चिड എന്ന് പറഞ്ഞ irritate, कांच की चूड़ियां glass bangles, अंदर ही अंदर कुड उठना, disappointed, irritated or feel crushed from inside. ഭയങ്കര ദേഷ്യം തോന്നുന്ന സമയമില്ലേ, ആ സമയത്തുള്ള ഫീലിംഗ് ആണിത്. ഓക്കെ, then അസൂയ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. then घंटों बातें करना, talking hours and hours, पढ़ाई study, शहर के जीवन life in a town, लल्ला, അതായത് addressing a child in local Hindi slang. Okay, then औरतों और मर्दों, ഇവിടെ വുമൺ ആൻഡ് മെൻ, അതായത് കുറെ പെണ്ണുങ്ങളും കുറെ ആണുങ്ങളും ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ ഈ വുമൺ ആൻഡ് മെൻ. ഇങ്ങനത്തെ ഈ വാക്കിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഹിന്ദി വേർഡുകളാണ് ഇത്, ഓരത്തോ മർദോ. ഇനി ഒരു പെണ്ണ് ഒരു ആണ് എന്നാണ് പറയണമെങ്കിൽ ഔറത്ത് ഓർ മർദ്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ സ്പെല്ലിങ്ങിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ മിക്കവാറും മിസ്റ്റേക്ക് ചെയ്യുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, औरतों और मर्दों എന്ന് പറഞ്ഞാല് വുമൺ ആൻഡ് മെൻ, औरत ആൻഡ് മർദ് എന്ന് പറഞ്ഞാൽ വുമൺ ആൻഡ് മാൻ. ഓക്കെ, ഇനി ഹാത്ത് പക്കड़ कर, ഹോൾഡിംഗ് ഹാൻഡ്, സടക് റോഡ്, കലായിയ ബ്രിസ്റ്റ്, അതായത് നമ്മൾ വാച്ച് കെട്ടണ ബ്രിസ്റ്റ് വാച്ച് എന്ന് പറയില്ല, അപ്പൊ വാച്ച് കെട്ടണ ഭാഗമാണ് ഈ കലായിയ. ഓക്കെ, അപ്പൊ ആ കൈയിന്റെ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കലായി. ഓക്കെ, നാസുക്, ഡെലിക്കേറ്റ്, മൂജ് ആന, സ്പ്രെയിൻ, നമ്മുടെ കാല് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു ബെൻഡ് വരില്ലേ, അതാണ് ഈ മൂജ് ആന. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പാരഗ്രാഫിലേക്ക് പോവാം. അതിനൊക്കെ മുന്നേ കുറച്ചും കൂടി വേർഡ്സ് ഉണ്ട്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ച് നമ്മൾ ഈ വേർഡ് മീനിങ് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഇനി വരാൻ പോകുന്ന ലൈൻസ് എല്ലാം ഇതെല്ലാം കോൺവെർസേഷൻ ആണ്. ഇതുവരെക്ക് പഠിച്ച പാരഗ്രാഫ് എല്ലാം മിക്കവാറും ലേഖകാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേഖകാണ് നമുക്ക് പറഞ്ഞു തരികയാണ്, അതൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ലൈൻസിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ്. ഇനി വരുന്നത് ഇത് കോൺവെർസേഷൻ, അതായത് കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ലേഖക് ബദ്ലുവിനെ കാണുന്നു. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലിരിക്കുന്ന സംസാരിക്കുന്ന കോൺവെർസേഷൻ ആണ് ഇനി താഴെ വരുന്ന ലൈൻസിൽ ഉള്ളത്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. നമസ്തേ ബദ്ലു കാക്ക, മാനെ കഹ. അപ്പൊ ലേഖക് ബദ്ലുവിനെ ഗ്രീറ്റ് ചെയ്യാ, നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ. അതേപോലെ നമസ്തേ, നമസ്തേ ബദ്ലു കാക്ക, മാനെ കഹ. നമസ്തേ ഭയ്യ, उसने मेरी नमस्ते का उत्तर दिया और उठकर खाट पर बैठ गया. അതായത് നമ്മൾ ലേഖക് നമസ്തേ പറഞ്ഞപ്പോ ബദ്ലു നമസ്തേ ഭയ്യ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളെ കണ്ടപ്പോ ആ കട്ടിലിന്റെ മുകളിൽ നിന്ന് എണീറ്റ് ഇരുന്നു. ഓക്കെ, ഈ കട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ബെഡ് അല്ല കേട്ടോ, ബെഡ് അല്ല. നമ്മൾ ഈ സാധാ ഒരു ചെറിയ ഒരു 4 കാലില് മരത്തിനോടും ഈ നൂലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഖാട്ടാണ് നമ്മുടെ ഈ എന്താ പറയാ, അതിനാണ് ഈ ഖാട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വുഡൻ വലിയ ഇതല്ല, വലിയ കോട്ടൺ. ഓക്കെ, യെസ്. उठकर खाट पर बैठ गया, परंतु उसने मुझे पहचाना नहीं और देर तक मेरी ओर निहारता रहा. പക്ഷെ ലേഖക് ഇപ്പോ ആ ചെറിയ കുട്ടിയല്ലല്ലോ, വലിയ കുട്ടിയായില്ലേ, ഒരു 8-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബദ്ലു ലേഖകനെ കാണുന്നത്. അപ്പൊ ലേഖകനെ കണ്ടപ്പോ ബദ്ലുവിന് മനസ്സിലായില്ല ആരാണെന്ന്. അപ്പൊ കുറച്ചു നേരം അയാളെ തന്നെ, ലേഖകനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. मैं हूँ जनार्दन काका. അപ്പൊ ലേഖകന് മനസ്സിലായി ആ ബദ്ലുവിന് ഈ ലേഖകനെ ഇപ്പൊ ഓർമ്മയില്ല എന്നുള്ളത്. അപ്പൊ ലേഖക തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്, ഞാൻ ജനാർദ്ദനാണ് എന്ന് പറയാം. അപ്പൊ ലേഖകന്റെ പേരെന്താണ്? ജനാർദ്ദനൻ. ഓക്കെ, आपके पास से गोलियां बनवाकर ले जाता था. അപ്പൊ നിങ്ങളുടെ അടുത്തുനിന്ന് ഞാന് ബോൾസ്, ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോയിരുന്നത്. मैंने अपना परिचय दिया. അതായത് ലേഖക് ആ ബദ്ലുവിന് മനസ്സിലായില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ലേഖക് തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ബദ്ലു ഫിർ ഭി ചുപ് രഹ. അപ്പൊ ബദ്ലു എന്നിട്ടും അത് കേട്ടിട്ടും ഒന്നും മിണ്ടിയൊന്നുമില്ല. മാനോ വഹ അപ്നെ സ്മൃതി പട്ടൽ പർ, അതായത് അയാളുടെ മെന്റൽ ബോർഡ്, അതായത് അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓക്കെ, സ്മൃതി പട്ടൽ പർ
അതീത് കെ ചിത്ര ഉത്താർ രഹാ ഹോ. അതായത് അയാളുടെ പഴയ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ സ്മൃതി പട്ടൽപർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അതല്ലേ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളൊരു ക്യാൻവാസ് ഉണ്ട്, ക്യാൻവാസിൽ നമ്മൾ ഇങ്ങനെ പിക്ചർ വരയ്ക്കില്ലേ, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്മൃതി പട്ടൽ പർ അതീത് കാ ചിത്ര. ഓക്കെ. ഉത്താർ രഹാ ഹോ, അതായത് അയാൾ ആലോചിച്ചെടുക്കുകയാണ്. ഓർ തബ് വഹ് ഏകദം ബോൾ പട. അപ്പൊ അയാൾക്ക് ആലോചിച്ചപ്പോ മനസ്സിലായി ആരാണ് എന്നുള്ളത്. അപ്പൊ അയാൾ പെട്ടെന്ന് പറഞ്ഞു, ആവോ ആവോ ലല്ല ബേട്ട, ആ ലല്ല ബേഠോ. അപ്പൊ ആ വാ വാ ഇരിക്കെ. അപ്പോഴും ബദ്ലുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരാള് മുന്നിൽ വന്നിട്ടും ബദ്ലുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ലേഖകാരാണ്, ആ ചെറിയ കുട്ടിയാണ്. അപ്പൊ അതേ സ്നേഹത്തോടെയാണ് ആ ലേഖകനോട് വന്ന് ഇരിക്കാൻ പറയുന്നത്. ആവോ ആവോ ലല്ല ബേഠോ, ബഹുത് ദിൻ ബാദ് ഗാവ് ആയി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നാട്ടിലേക്ക് വന്നത്. ഓക്കെ. ഇനി ഹാ ഇധർ ആനാ നഹി ഹോ സക്കാ കാക്ക, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. मैंने चारपाई पर बैठते हुए उत्तर दिया. ഓക്കെ. അപ്പൊ ബദ്ലു ലേഖകനോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ലേഖക് ആ കട്ടിലിൽ ഇരുന്നോണ്ട് പറഞ്ഞു, എനിക്ക് ഈ വഴിക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റിയില്ല എന്ന്. കുച്ച് ദേർ ഫിർ ശാന്തി രഹി. അതായത് ഈ പറഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഒരു ആരും പറയാത്ത ഒരു നിശബ്ദമായ ഒരു സിറ്റുവേഷൻ. ഓക്കെ. മാനെ ഇധർ ഉധർ ദൃഷ്ടി തുടങ്ങി. അപ്പൊ സ്ഥിരം ലേഖക അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കാൻ തുടങ്ങി. ना तो मुझे उसकी मच्छिया ही नजर आई और ना ही भट्टी. അപ്പൊ എനിക്ക് അയാൾ പണ്ട് ഇരുന്നായിരുന്ന സ്റ്റൂളും കണ്ടില്ല, അയാള് ആ ലാക്ക് മെൽറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഭട്ടിയും കാണാൻ പറ്റിയില്ല. ആജ്കൽ കാം നഹി കർത്തെ കാക്ക, ഞാനെ പൂച്ച. അപ്പൊ ലേഖക് ബദ്ലുവിനോട് ചോദിച്ചു, ഇപ്പൊ പണിയൊന്നും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ. नहीं लल्ला, काम तो कई साल से बंद है. मेरी बनाई हुई चूड़ियां कोई पूछे तब तो. അപ്പൊ അതിനുള്ള മറുപടി ബദല് കൊടുക്ക. ഇല്ല കുട്ടി, എന്റെ ജോലിയൊക്കെ പണ്ടേ നിർത്തി. ഓക്കെ. അതായത് കാം തോ കൈ സാൽ സെ ബന്ദ് ഹെ, അതായത് അയാൾ ചെയ്യുന്ന ജോലി കുറെ കാലമായി ചെയ്തിട്ട് നിർത്തിയിട്ട് കുറെ കാലമായി എന്ന് പറയില്ലേ, അതാണ് കാം തോ കൈ സാൽ സെ ബന്ദ് ഹെ. മേരി ബനായി ചൂടിയ പോയി പൂച്ചേ തപ്തോ, ഞാൻ ഉണ്ടാക്കിയ വളകൾ ആരെങ്കിലും ചോദിച്ചാലല്ലേ, അതായത് അങ്ങനെ ഡിമാൻഡ് വന്നാലല്ല ഇയാൾക്ക് ആ ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ ആരും ചോദിക്കാത്തതുകൊണ്ട് അയാൾ കുറെ കാലം മുന്നേ തന്നെ അയാളുടെ ആ ബാങ്കിൾ മേക്കിംഗ് ജോബ് അയാൾ ഒഴിവാക്കി. ഇതാണ് നമ്മൾ ആ സെന്റൻസിലൂടെ മനസ്സിലാക്കുന്നത്. ഗാവ് ഗാവ് മേ കാഞ്ച് കാ പ്രചാർ ഹോ ഗയാ ഹെ. എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗ്ലാസിന്റെ പോപ്പുലാരിറ്റി ആണ് ഉള്ളത്. വഹ കുച്ച് ദേർ ചുപ് രഹാ ഫിർ ബോല, മഷീൻ യുഗ് ഹേ ന യഹ് ലല്ല. ഇത് മഷീന്റെ ഇതല്ല, അതായത് നമ്മൾ പറയില്ലേ മഷീൻ ഇറ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇറ. ഓക്കെ. അപ്പൊ ഇത് ആ കാലഘട്ടല്ലേ. ഓക്കെ. ആജ്കൽ സബ് കാം മഷീൻ സെ ഹോതാ ഹെ. ഇത് മഷീന്റെ സമയല്ലേ, ഇൻഡസ്ട്രിയൽ ഇറ അല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മഷീൻ വെച്ചിട്ടാണ് നടക്കുന്നത്. खेत भी मशीन से जोते जाते हैं और फिर जो सुंदरता कांच की चूड़ियों में होती है लाख में कहाँ संभव है. ഇപ്പൊ ആണെങ്കിൽ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മഷീനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ കാര്യം, ഗ്ലാസിന്റെ ബാംഗിൾസിന്റെ ഭംഗി ലാക്കിന്റെ ചൂടിയോണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ഒരു ഭംഗി ഇല്ലാത്തതുകൊണ്ട് ആരും ചോദിക്കുന്നില്ല. അതാണ് ആ ബദ്ലു പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. ഇനി लेकिन कांच बड़ा खतरनाक होता है, बड़ी जल्दी टूट जाता है, मैंने कहा. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ലേഖക പറയാം, പക്ഷെ ഗ്ലാസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അത് പെട്ടെന്ന് പൊട്ടും എന്ന് ലേഖക പറഞ്ഞു. नाजुक तो फिर होता ही है लल्ला. कहते कहते उसे खांसी आ गई और वह देर तक खांसता रहा. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബദ്ലു പറയാണ്, അത് സോഫ്റ്റ് ആണ്, ഭയങ്കര ഡെലിക്കേറ്റഡ് ആണ്, അത് സംഭവം അത് തന്നെയല്ലേ എന്ന് പറഞ്ഞ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അയാൾക്ക്
ചുമ വന്നു. എന്നിട്ട് കുറച്ചു നേരം അയാൾ ചുമച്ചുകൊണ്ടിരുന്നു. कुछ देर देर तक खांसता रहा. मुझे लगा उसे दमा है. അപ്പൊ ബദ്ലു ഇങ്ങനെ ചുമച്ചുകൊണ്ടിരുന്നത് കണ്ടപ്പോ ലേഖക വിചാരിച്ചു അയാൾക്ക് ആസ്തമയാണോ. ദമ എന്ന് പറഞ്ഞ ആസ്തമ. ഓക്കെ. അവസ്ഥ के साथ साथ उसका शरीर ढल चुका था. അതായത് അയാൾ ബദ്ലു ഇപ്പൊ വയസ്സായല്ലോ. അപ്പൊ വയസ്സായ ഉള്ള സമയത്ത് അയാളുടെ ആ ഒരു അവസ്ഥയുടെ കൂടെ തന്നെ അയാളുടെ ശരീരവും ഇങ്ങനെ ഒരു ക്ഷീണിച്ച പോലെയായിരുന്നു, ശോഷിച്ച പോലെയായിരുന്നു. ഓക്കെ. ढल चुका था എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോയി അല്ലെങ്കിൽ ശോഷിച്ചു പോയി. उसके हाथों पर और माथे पर നസെ ഉഭർ ആയി थी. അതായത് അയാളുടെ കയ്യിൽ ഇതൊക്കെ നമ്മളിങ്ങനെ നല്ല ജോലി ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഈ വെയിൻസ് ഒക്കെ പൊന്തി നിൽക്കുന്നു. അതേപോലെ തന്നെ വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോഡിയിൽ പല ഫീച്ചേഴ്സും കാണപ്പെടും. അപ്പൊ അയാൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ओके. उभर आई थी. जाने कैसे उसने मेरी शंका भांप ली और बोला. അപ്പൊ ബദലുന്ന് തോന്നി എന്തോ ഈ ലേഖകൻ എന്തോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അയാൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് പറഞ്ഞു, ദമാ നഹി ഹൈ മുझे. എനിക്ക് ആസ്തമ അല്ല കേട്ടോ. ഫസ്ലി ഖാസി ഹൈ. ഫസ്ലി ഖാസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ വന്ന കഫാണ്. ഓക്കെ. അപ്പൊ കുറച്ച് ദിവസമായി, കുറച്ച് മാസങ്ങളായി ഇങ്ങനെ കഫം വന്നിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു 10-15 ദിവസം കഴിഞ്ഞ് അത് മാറും. ഓക്കെ. यह महीने 2 महीने से आ रही है. 10-15 दिन में ठीक हो जाएगी. അതായത് 2-3 മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു 10-15 ദിവസത്തിൽ അത് മാറും. मैं चुप रहा. അയാൾ അപ്പൊ ലേഖക പിന്നെ ഒന്നും വേണ്ടിയില്ല. मुझे लगा उसके अंदर कोई बहुत बड़ी व्यथा छुपी है. അപ്പൊ അയാൾക്ക് ഫീൽ ചെയ്തു ബദ്ലുവിന്റെ ഉള്ളിൽ എന്തോ വലിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു ദുഃഖം ഒളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ. मैं देर तक सोचता रहा कि इस मशीन युग में कितने हाथ काट लिए. അതായത് അയാൾക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് ലേഖക പറയുന്നത്. ഈ ഒരു മെഷീൻ വന്നതുകൊണ്ട് എത്ര പേരുടെ ജോലി പോയി, എത്ര പേരുടെ കൈ വെട്ടി എന്ന്. ഈ കൈ വെട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ ഈ മെഷീൻ വരാൻ തുടങ്ങിയപ്പോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇറ വന്നപ്പോ എത്രയോ ഈ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ओके. यस. तो इस मशीन युग ने कितने हाथ काट दिए हैं. कुछ देर फिर शांति रही जो मुझे अच्छी नहीं लगी. പക്ഷെ ഇങ്ങനെ ഒരു ആരും ഒന്നും മിണ്ടാതെ ഒരു സൈലന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ലേഖകൻ അത് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു സിറ്റുവേഷൻ. ആം കി ഫസൽ അബ് കേസി ഹെ കാക്ക. ഇനി അടുത്ത എന്തെങ്കിലും ചോദിക്കണല്ലോ. അപ്പൊ അങ്ങനെ ലേഖക അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മാങ്ങന്റെ വിളവ് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പൊ कुछ देर पश्चात मैंने बात का विषय बदलते हुए पूछा. അപ്പൊ അയാള് ആ ടോപ്പിക് മാറ്റി വേറൊരു ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ ഒരു മാങ്ങനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. अच्छी है लल्ला, बहुत अच्छी है. उसने लहकर उत्तर दिया. നല്ലതാണ്, നല്ല മാങ്ങയുണ്ട്, നല്ല വിളവുണ്ട് എന്ന് പറഞ്ഞു. और अंदर अपनी बेटी को आवाज दी. അപ്പൊ അയാളുടെ വീട്ടിലെ അയാളുടെ ഒരു മോളുണ്ട്. അപ്പൊ മോളെ വിളിച്ചു. അരി റജ്ജോ ലല്ല കേലിയെ ആം തോലയാ. ആ മോളുടെ പേരെന്താണ്? റജ്ജോ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒച്ചയില് വിളിച്ച് പറയാ, മോളെ നീ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ലല്ല എന്ന് പറയുന്നത് ആരാ? ലേഖകാണ്, വലിയൊരാളാണ്. ഓക്കെ. പക്ഷെ ബദ്ലുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ലേഖക ചെറിയൊരു കുട്ടിയാണ്. ഓക്കെ. അരി റജ്ജോ ലല്ല കേലിയെ ആം तो ले आ. फिर मेरी और മുഖാത്തിബ് പോക്കർ പോല. മുഖാത്തിബ് എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്തിട്ട്. അപ്പൊ റജ്ജോനോട് ആ കാര്യം പറഞ്ഞിട്ട് വീണ്ടും ലേഖകന്റെ അടുത്ത് നോക്കി. ഓക്കെ. നോക്കി പറഞ്ഞു. എന്തു പറഞ്ഞു? മാഫ് കർണ ലല്ല, തുമേ ആം ഖിലാന ഭൂൽ ഗയാ താ. എന്നെ ഒന്ന് ക്ഷമിക്കട്ടോ, ഞാൻ നിനക്ക് മാങ്ങ തരാൻ മറന്നുപോയി. നഹി നഹി കാക്ക, ആം തോ ഇസ് സാൽ ബഹുത് ഖായേ ഹൈ. അത് സാരില്ല, ഈ കൊല്ലം കുറെ മാങ്ങ കഴിച്ചു. वाह वाह, बिना आम खिलाए कैसे जाने दूंगा तुमको. നിനക്ക് മാങ്ങ തരാതെ അല്ലെങ്കിൽ നിന്നെ മാങ്ങ തീറ്റിപ്പിക്കാതെ ഞാൻ എങ്ങനെയാണ് നിന്നെ വിടുക.
അതാണ് ഈ സെന്റൻസിലെ വാഹ് വാഹ് बिना आम खिलाए कैसे जाने दूं तुमको. मैं चुप हो गया. मुझे वे दिन याद हो आए जब वह मेरे लिए മലായി ബച്ചാക്കർ रखता था. അപ്പൊ അയാൾക്ക് ആ ചെറുപ്പത്തെ ഓർമ്മ വരുന്നു. ആ ക്രീമൊക്കെ കഴിച്ചില്ലേ, ആ സമയങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു. गाय तो अच्छी है ना काका, मैंने पूछा. അപ്പൊ ലേഖക ചോദിച്ചു, ആ പശുവൊക്കെ നല്ലതല്ലേ, കുഴപ്പമില്ലല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. गाय कहाँ है लल्ला. പശുവൊക്കെ എവിടെ. 2 साल बहुत बेच 2 साल हुए बेच दी. 2 കൊല്ലായി ഞാൻ അതിനെ വിറ്റിട്ട്. कहाँ से खिलाता. അതിനൊക്കെ ഞാൻ എങ്ങനെ തിന്നാൻ കൊടുക്കാനാണ്. इतने में रज्जो उसकी बेटी अंदर से एक डलिया में ढेर से आम ले आई. അപ്പൊ ആ സമയം കൊണ്ട് ആ രജ്ജു, ആ ബദ്ലുവിന്റെ മോള് ഒരു പാത്രത്തില് കുറെ മാങ്ങ കൊണ്ടുവന്നു. यह तो बहुत है काका, इतने कहाँ खा पाऊंगा, मैंने कहा. കാക്ക ഇത് കുറെ ഉണ്ടല്ലോ, ഇത്രയൊക്കെ ഞാൻ എങ്ങനെയാ കഴിക്കാൻ പറ്റുക. वाह वाह वह हंस पड़ा. शहरी ठहरे ना. നീയൊക്കെ നഗരത്തില് ജീവിച്ചതല്ലേ. मैं तुम्हारी उम्र का था तो इसके चौगुने आम एक वक्त में खा जाता था. ഞാൻ നിന്റെ പ്രായത്തിലുള്ള സമയത്ത് ഞാന് ഇപ്പൊ കാണുന്ന ഈ മാങ്ങന്റെ 4 ഇരട്ടി, ചൗഗുണ എന്ന് പറഞ്ഞ 4 ഇരട്ടി മാങ്ങ തിന്നിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ കഴിച്ചിരുന്നു. आप लोगों की बात और है, मैंने उत्तर दिया. നിങ്ങളുടെ കാര്യമൊക്കെ വേറെ തന്നെ എന്ന് പറയില്ലേ, അതാണ് ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. अच्छा बेटी लल्ला को 4-5 ആം छांट कर दो. അപ്പൊ ആ മോള്, രജ്ജു എന്ന് പറഞ്ഞ മോള് ഒരു പാത്രത്തില് കുറെ മാങ്ങ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്ന് ഒരു 4-5 മാങ്ങ, നല്ല മാങ്ങ നോക്കി എടുത്തു കൊടുക്കാൻ പറ്റും. അതാണ് ഛാണ്ട് കർദോ, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സുന്ദരി വാലേ ദേന. അപ്പൊ ഈ സുന്ദരി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മാംഗോ ആണ്. അത് നോക്കിയിട്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ദേഖോ ലല്ല कैसे है, इसी साल यह पेड़ तैयार हुआ है. അതായത് നോക്കിയ ഇത് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയ, ഈ കൊല്ലാണ് ഈ മാവുന്ന് മാങ്ങ കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത്. रज्जू ने 4-5 आम अंजुलि में लेकर मेरी और बढ़ा दिए. അപ്പൊ അയാളുടെ ആ രജ്ജുവിന്റെ കയ്യിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അവര് ഇതില്ലേ, അവരുടെ ഇതില്ലേ ആഞ്ചൽ, അതിലെടുത്തിട്ട് ആ ലേഖകന്റെ അടുത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എടുക്കാൻ വേണ്ടിയിട്ട്. और बढ़ा दिए. आम लेने के लिए मैंने हाथ बढ़ाया तो मेरी निगाह एक क्षण में के लिए उसके हाथों पर ठिठक गई. അപ്പൊ മാങ്ങ എടുക്കാൻ വേണ്ടി അയാള് നോക്കുമ്പോ, അയാള് മാങ്ങ എടുക്കാൻ പോകുമ്പോ അയാളുടെ കൈ ഒരു നിമിഷത്തേക്ക് രജ്ജുവിന്റെ കൈകളിലേക്ക്, അതായത് ആ കൈയിലേക്ക് പോയി ശ്രദ്ധിച്ചു. एक क्षण के लिए उसके हाथों पर ठिठक गई. गोरी गोरी कलाइयों पर लाख की चूड़ियां बहुत ही फब रही थी. അപ്പൊ നാട്ടിലെ ആരുടെ കയ്യിലും ഗ്ലാസിന്റെ വളകൾ കണ്ടില്ലെങ്കിലും ബദ്ലുവിന്റെ മോളുടെ കയ്യില് ലാക്കി ചൂടിയ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഫബ് റഹീത്തി എന്ന് പറഞ്ഞാൽ നല്ല, അത് നന്നായി അണിഞ്ഞിരിക്കുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഓക്കെ, ബദ്ലുവിനെ മേരി ദൃഷ്ടി ദേഖ്. അപ്പൊ ബദ്ലു ലേഖകനെ ശ്രദ്ധിച്ചപ്പോ ലേഖക് ആ കയ്യിലുള്ള വളകളായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. और बोल पड़ा, എന്നിട്ട് പറഞ്ഞു, യഹി ആഖ്രി ജോഡ ബനായ ഥാ. ഇതായിരുന്നു ഞാൻ അവസാനം ഉണ്ടാക്കിയ ബാംഗിൾസിന്റെ പെയർ. ജോഡ എന്ന് പറഞ്ഞ പെയർ, ഒരു സെറ്റ്. ഓക്കെ. जमींदार साहब की बेटी के विवाह पर 10 आने पैसे मुझको दे रहे थे. ജമീന്ദാർ എന്ന് പറഞ്ഞ ലാൻഡ് ലോഡ്. അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കവാറും ലാൻഡ് ലോഡ് സിസ്റ്റം അല്ലേ, ജമീന്ദാരി സിസ്റ്റം അല്ലേ. അപ്പൊ അങ്ങനെ വലിയ ലാൻഡ് ഓണറിന്റെ വീട്ടില് ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ബദ്ലു ഈ ലാസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പൊ രജ്ജു ഇട്ടിരിക്കുന്ന ലാക്കി ചൂടിയ ഉണ്ടാക്കിയത്. ഓക്കെ, പക്ഷെ അതിന് ലാൻഡ് ലോഡ് അയാൾക്ക് 10 ആണ്, അതായത് ആ എമൗണ്ട് മാത്രമേ കൊടുത്തിരുള്ളൂ, ചെറിയ എമൗണ്ട് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഓക്കെ. മാനെ ജോഡ നഹി ദിയ. പണ്ട് ഓർമ്മയുണ്ടല്ലോ, അയാള് കല്യാണത്തിന് ഭയങ്കര ജിദ്ദി, സ്റ്റബേൺ ആയിരുന്നു. അയാള് പറഞ്ഞ പൈസ തന്നെ കൊടുക്കണം. അപ്പം ഇവിടെയും അയാൾ അതേ തന്നെയാണ് കാണിച്ചത്. അപ്പം
അയാള് അത് വാസ്തവം തന്നെയാണ്. എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് ഈ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കണമെങ്കിൽ ആൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാല് ഇപ്പൊക്കെ എല്ലാവരും ഗോൾഡ് അല്ല ഗ്ലാസിന്റെ ബാംഗിൾസ് ആണ് ഇടുന്നത്. അപ്പൊ ലാക്കി ബാംഗിൾസിന് അധികം വില ഉണ്ടായിരുന്നില്ല, വിലയൊക്കെ കുറഞ്ഞു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വിലയാണ് ലാൻഡ് ലോർഡും കൊടുത്തത്. പക്ഷേ ബദ്ലുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ബദ്ലു ആ ബാംഗിൾസ്, അതായത് ആ लाख चूड़ियों आ जोड़ी കൊടുത്തില്ല. ओके, तो मैंने जोड़ा नहीं दिया, कहा शहर से ले आओ. അപ്പൊ ബദ്ലു പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടൗണിൽ പോയി വാങ്ങിച്ചോളൂ, ഞാൻ ഈ ഒരു പൈസക്ക് ഞാൻ ഈ വള തരില്ല എന്ന് പറഞ്ഞു. मैंने आम ले लिए और खाकर थोड़ी देर पश्चात चला गया. അപ്പൊ രജുവിന്റെ കയ്യിൽ നിന്ന് ലേഖക് മാങ്ങ വാങ്ങി കഴിച്ചു, എന്നിട്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോയി. मुझे प्रसन्नता हुई कि बदलू ने हार कर भी हार नहीं मानी. അപ്പൊ ഈ ഒരു ഇത്രയും ഒരു മോശമായ ഒരു അവസ്ഥയിൽ ജീവിച്ചിട്ടും, അതായത് ചെയ്യണ ഒരു ആൻസസ്ട്രൽ ജോബ് ഇല്ല, അതായത് ആ ചെയ്തുകൊണ്ടിരുന്ന മണിഹാറിന്റെ ജോലി നഷ്ടപ്പെട്ടു. വീട്ടിലത്തെ അവസ്ഥയും അങ്ങനെയാണ്. ഇത്രയും ഒരു മോശമായ സിറ്റുവേഷനിലും ബദ്ലു ഒരിക്കലും തോൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോഴും അവൻ ആ പണ്ടത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഹാർ കർ ഭി ഹാർ ന മാന്ന, ഇതും ഒരു മുഹാവറയാണ്. അതായത് ഡോണ്ട് ഗിവ്, അതായത് എന്ത് തന്നെ ആയാലും ഒരിക്കലും ഞാൻ തോറ്റു എന്ന് വിശ്വസിക്കാത്ത ഒരു സിറ്റുവേഷൻ, അതാണ് ഹാർ കർ ഭി ഹാർ ന മാന്ന. ഹാർ കർ ഭി ഹാർ നഹി മാനി थी. उसका വ്യക്തിത്വ കാഞ്ച് കി ചൂടിയോ ജൈസാ ന था. അയാളുടെ വ്യക്തിത്വം, ബദ്ലുവിന്റെ പേഴ്സണാലിറ്റി, ഓക്കെ, അത് എന്തിനെ പോലെ ആയിരുന്നില്ല, ഗ്ലാസിന്റെ ബാംഗിൾസിനെ പോലെ ആയിരുന്നില്ല. ഈ ആസാനി സെ ടൂട്ട് ജായ്, അതായത് അയാളുടെ വ്യക്തിത്വം ഗ്ലാസിന്റെ ബാംഗിൾസിനെ പോലെ എളുപ്പത്തില് പൊട്ടിപ്പോണത് അല്ലെങ്കിൽ നശിച്ചു പോണ ഒരു വ്യക്തിത്വമായിരുന്നില്ല. അതായത് ബദ്ലുവിന്റെ പേഴ്സണാലിറ്റി നല്ല സ്ട്രോങ് ആയിരുന്നു. അയാൾക്ക് അയാളുടേതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, അയാളുടേതായ വിശ്വാസങ്ങളായിരുന്നു. അപ്പൊ അയാളുടെ വയസ്സാം കാലത്തും അയാളുടെ ഇത്രയും മോശമായ അവസ്ഥയിലും അയാളുടെ വിശ്വാസങ്ങളെ, അയാളുടെ വിചാരങ്ങളെ അയാൾ പിടിച്ചു നിന്നു. ഓക്കെ, അയാൾ ഒരിക്കലും ആ മോശമായ സിറ്റുവേഷനിലും തളർന്നില്ല. അതാണ് നമ്മുടെ ലേഖക് അവസാനം പറഞ്ഞ് ഈ ഒരു കഥ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ വായിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മെഷീൻ വന്നതോടെ പല ആൾക്കാരുടെയും ഈ ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് കുറയാൻ തുടങ്ങി. അപ്പൊ സോറി, അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. അങ്ങനത്തെ ഒരാള്, അയാളുടെ പേര് ബദ്ലു ആണ്. ബദ്ലുവിന്റെ കഥയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ലേഖക് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നീണ്ട ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. ഇതിന്റെ റിലേറ്റഡ് ആയ വേർഡ്സ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ഖാതിർ, ടു ട്രീറ്റ്, मलाई, क्रीम, आम की फसल, मैंगो क्रॉप, रोज, डेली, बातों के अतिरिक्त, अपार्ट फ्रॉम दीज फैक्ट्स എന്ന് പറയുന്നത്, അത് लगभग, अप्रोक्सीमेटली, एक दो गोलियां, one or two balls, then बहुधा, most often അല്ലെങ്കിൽ frequently, गर्मी की छुट्टी, summer vacation, एक आध महीने, one or half month, बदली, ट्रांसफर, लंबी अवधि, लॉन्ग लीव, 8-10 वर्षों के बाद, आफ्टर 8 or 10 years, रुचि, इंटरेस्ट, अतः, hence, विरले की हाथों में, almost in no hand, viral means scanty, okay, then सहसा, suddenly, बरसात, rain, आंगन, courtyard, फिसल कर, to slip, അതായത് സ്ലിപ്പായി വീഴുക, फिसल कर, to slip, okay, then चबूतरा, platform, खाट, cot, then अपना परिचय, self introduction, स्मृति पटल,
മെമ്മറി ബോർഡ്. അയാൾ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ടിരുന്നില്ലേ, അതാണ് മെമ്മറി ബോർഡ്. സ്മൃതി പട്ടൽ. അതീത്, ഹിസ്റ്ററി ഓർ പാസ്റ്റ്. ദൃഷ്ടി, ഐ, ആജ്കൽ, nowadays. മഷീൻ യുഗ്, ഇൻഡസ്ട്രിയൽ ഇറ. ഓക്കെ. ഖേത്, പാഡി ഫീൽഡ് ഓർ ജസ്റ്റ് ഫീൽഡ്. അതായത് നമ്മൾ കൃഷി നടത്തുന്ന സ്ഥലത്തിന് പറയുന്നതാണ് ഖേത്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. നമുക്ക് ഗേഹു, അതായത് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാം, പാഡി കൾട്ടിവേറ്റ് ചെയ്യാം, അങ്ങനെ പല ക്രോപ്സും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഖേത് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഖത്തർനാക്, ഡേഞ്ചറസ്. ഖാസി, കഫ്. ദമ, ആസ്തമ അല്ലെങ്കിൽ ആസ്തമ ഡിസീസ്. അവസ്ഥ, സിറ്റുവേഷൻ. ശരീര ഢലന, വീക്ക് ബോഡി. Then mathe, forehead. Shanka, doubt. Bhag, assessed. Fasli khasi, cough for short period. Chupi vyatha, hidden sorrow. बात का विषय बदलना, change the topic. मेरी और मुखातिब, looking towards me. माफ करना, excuse me. छांटना, to select. സിന്ദൂരി ആം, വെർമീലിയൻ മാംഗോ, ഒരു വെറൈറ്റി മാംഗോ ആണ് വെർമീലിയൻ മാംഗോ. Then അഞ്ജുലി, ഇൻ പാം. ജമീന്ദാർ സാഹബ്, ലാൻഡ് ലോർഡ്. പ്രസന്നത, ഹാപ്പിനെസ്. हार कर भी हार ना मानना, don't give up. വ്യക്തിത്വ, the personality. പിന്നെ ആസാനി സെ ടൂട്ട് ജാന, to break easily. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ ഈ ഒരു ലെസണിലൂടെ, ചാപ്റ്റർ 2-ലൂടെ നമ്മൾ 124 വേർഡ്സ് ആണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഈ പഠിച്ച വാക്കുകൾ നമ്മൾ ഓർത്ത് വെച്ചിട്ട് ഇനി അടുത്ത ചാപ്റ്റേഴ്സ് എല്ലാം വായിക്കുമ്പോൾ ഈ വാക്കുകൾ നമുക്ക് അപ്പോൾ ഓർത്തെടുക്കാൻ പറ്റണം. ഞാൻ പറയണേക്കാൾ മുന്നേ നിങ്ങൾ ആ വാക്കിന്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ശരി. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ, അതായത് ചാപ്റ്റർ 2 2 വീഡിയോയിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഇൻട്രൊഡക്ടറി പാർട്ടാണ്, സെക്കൻഡ് പാർട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ. അപ്പം എല്ലാവരും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കി വായിക്കുക. അത് കഴിഞ്ഞ് അത് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ അടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇമെയിൽ ID ഞാൻ തരുന്നുണ്ട്. അതേപോലെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതി തന്നാൽ മതി. ഞാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ. സോ ഹോപ്പ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ടാക്കി